ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 14. എഞ്ചിൻ ഓഫ് ചെയ്ത് ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയ ശിവകാർത്തികേയൻ ആദ്യം മാധവിനെ നോക്കി, പിന്നെ ബാക്കിയുള്ളവരെയും. എന്താ, എല്ലാവരും വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നുവല്ലോ. അവൻ ചെറിയൊരു ചിരിയോടെ ചോദിച്ചു. ആലോചിക്കാതിരിക്കാനാകോ? ഉദയൻ പറഞ്ഞു. നിന്നെ കണ്ടത് മുതല് ഞങ്ങളെ തല മുഴുവൻ കറങ്ങുകയാണ്. അത് കേട്ട് ശിവകാർത്തികേയൻ ചിരിച്ചു. അതൊക്കെ കുറച്ചുകൂടി കറങ്ങാനുണ്ട്, അവൻ പതിയെ പറഞ്ഞു. ഇപ്പോഴാണ് കളി തുടങ്ങുന്നത്. അവന്റെ ആ വാക്കുകൾ കേട്ടതും മാധവ് അവനെ ഗൗരവത്തോടെ നോക്കി. ഞങ്ങളെ ഇവിടെ എത്തിച്ചതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? മാധവ് ചോദിച്ചു. മാധവിന്റെ ശബ്ദം ഇത്തവണ കൂടുതൽ കടുപ്പമായിരുന്നു. ഒരു നിമിഷം അവൻ ഒന്നും പറയാതെ മാധവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പിന്നെ പതിയെ ചിരിച്ചു. നിനക്ക് എന്ത് കാര്യവും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് മാത്രല്ല, അത് ആരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യവും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ശിവകാർത്തികേയൻ പറഞ്ഞു. വിഷയം മാറ്റണ്ട, മാധവ് ദേഷ്യത്തിൽ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ എത്തിച്ചത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരെ സേഫ് ആക്കണമെന്ന് പറയുന്നത് എന്തിന്? റാമും നീയും തമ്മിലുള്ള പ്രശ്നം എന്ത്? ശിവകാർത്തികേയന്റെ കണ്ണിലെ ചിരി പതിയെ മങ്ങി. അവൻ ബുള്ളറ്റിൽ ചാരി നിന്നു. പിന്നെ ആകാശത്തേക്ക് ഒന്ന് നോക്കി ദീർഘമായി ശ്വാസമെടുത്തു. കാരണം അവൻ പറഞ്ഞു തുടങ്ങി. ഉദയപുരം കോവിലകത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു ഉത്സവം മാത്രമല്ല. അവന്റെ ആ വാക്കുകൾ കേട്ടതും എല്ലാവരും നിശബ്ദമായി. കാറ്റുപോലും ഒരു നിമിഷം നിൽക്കുന്നത് പോലെ തോന്നി. ശിവകാർത്തികേയൻ അവരുടെ അടുത്തേക്ക് അല്പം കൂടി വന്നു. ഈ ഉത്സവം കഴിഞ്ഞാൽ പലരുടെയും ജീവിതം മാറും. ചിലരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. ചിലർ ഈ കോവിലകത്ത് നിന്ന് ജീവനോടെ പുറത്തേക്ക് പോലും പോകില്ല. അവൻ പറഞ്ഞതും ഉദയൻ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. ഡാ, നീ എന്താ ഇവിടെ ഹൊറർ സിനിമയുടെ ട്രെയിലർ ഇറക്കുന്നത്? കാര്യം ക്ലിയറായി പറയ്. ശിവകാർത്തികേയൻ ചിരിച്ചു. റാമിനെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? ആ ചോദ്യം കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. സച്ചിയുടെ ഫ്രണ്ട്, നവീൻ പറഞ്ഞു. അതിലപ്പുറം? ശിവകാർത്തികേയൻ വീണ്ടും ചോദിച്ചു. ആർക്കും മറുപടി ഉണ്ടായില്ല. നിങ്ങൾ കരുതുന്നത് പോലെ അല്ല റാം. അവന്റെ ശബ്ദം ഗൗരവത്തിലായി. അവൻ ഒരിക്കലും ഒരു സാധാരണ ബിസിനസ്സുകാരനല്ല. മാധവിന്റെ കണ്ണുകൾ വീണ്ടും ചുരുങ്ങി. അപ്പോൾ അവൻ എന്താണ്? ശിവകാർത്തികേയൻ മാധവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ തിരയുന്നത് ഒരു സാധനമാണ്. എന്തു സാധനം? ശരത് ചോദിച്ചു. ശിവകാർത്തികേയൻ പതിയെ പറഞ്ഞു. ഉദയപുരം കോവിലകത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഹസ്യം. അവന്റെ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും മുഖം മാറി. രഹസ്യമോ? സന്ദീപ് അറിയാതെ ചോദിച്ചു. അതെ, ശിവകാർത്തികേയൻ തല കുലുക്കി. ഈ കോവിലകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പലരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. റാം മാത്രമല്ല, അവന് മുമ്പേ ഇത് അന്വേഷിച്ചിറങ്ങിയത് അവന്റെ അച്ഛനായിരുന്നു. അപ്പോൾ ഞങ്ങളെ? മാധവ് അത്രയും ചോദിച്ചു നിർത്തി. നിങ്ങളെ ഇവിടെ എത്തിച്ചത് വിധിയാണ്, ശിവകാർത്തികേയൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണോ അല്ലെങ്കിൽ ഈ കളിയിലേക്ക് ഇറക്കണോ എന്നുള്ളത് എന്റെ തീരുമാനമല്ല. പിന്നെ ആരുടേതാണ്? ഉദയൻ ചോദിച്ചു. അത് കേട്ടതും ശിവകാർത്തികേയൻ എന്തോ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ മുകളിലത്തെ ജനാലയിലെ വലിയ ഗ്ലാസ് ജനാലയിലേക്ക് ഉയർന്നു. അവിടെ കർട്ടനുകൾക്ക് അപ്പുറം ആരോ നിൽക്കുകയായിരുന്നു. മുഖം വ്യക്തമായില്ല, പക്ഷേ ആ നിഴലിൽ പോലും ഒരു രാജകീയത ഉണ്ടായിരുന്നു. അത് കണ്ട നിമിഷം ശിവകാർത്തികേയന്റെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ആ ജനാലയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും മാധവിന്റെയും കൂട്ടരുടെയും നോട്ടം അങ്ങോട്ട് തിരിഞ്ഞു. ആരാടത്? ശരത്ത് ശബ്ദം കുറച്ച് ചോദിച്ചു. ശിവകാർത്തികേയൻ പതിയെ അവരെ നോക്കി. നിങ്ങൾ അന്വേഷിച്ചു വന്ന ആള്. അവൻ അത്രയും പറഞ്ഞതും എല്ലാവരുടെയും മുഖം മാറി. മാധവ് വീണ്ടും ജനാലയിലേക്ക് നോക്കി. അവിടെ നിന്നിരുന്ന ആളുടെ രൂപം മാത്രം കാണാം. പക്ഷേ എന്തോ ഒരു വല്ലാത്ത ആകർഷണം ഉണ്ടായിരുന്നു ആ നിഴലിന്. എനിക്ക് അദ്ദേഹത്തെ കാണണം, മാധവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ശിവകാർത്തികേയൻ ചെറുതായിട്ട് ചിരിച്ചു. അതിന് തന്നെയല്ലേ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. മാധവും ഉദയനും ശരത്തും സച്ചിയും സന്ദീപും നവീനും അവന്റെ പിന്നാലെ നടന്നു. ആദ്യമായിട്ടാണ് ഒരു തമ്പുരാനെ കാണാൻ പോകുന്നത്, നവീൻ പതിയെ അടുത്ത് നടക്കുന്ന സന്ദീപിന്റെ ചെവിയിലായി പറഞ്ഞതും അവൻ നവീനെ കണ്ണുകുറിപ്പിച്ചു നോക്കി. പിന്നെ ഞാനും ആദ്യമായിട്ടാ കാണാൻ പോകുന്നത്, സന്ദീപും പറഞ്ഞു. മിണ്ടാതെ നടക്ക്, അവരുടെ കൂടെ നടന്ന സച്ചി പറഞ്ഞതും രണ്ടുപേരും പിന്നെ ഒന്നും മിണ്ടിയില്ല. റിസോർട്ടിന്റെ സാധാരണ ഭാഗങ്ങളിൽ നിന്നും പൂർണ്ണമായി വേർതിരിച്ചിട്ടുള്ള ഒരു ഇടനാഴിയിലേക്കായിരുന്നു ശിവകാർത്തികേയൻ പോകുന്നത്. അവസാനം അവൻ ഒരു വലിയ മരവാതിലിന് മുന്നിൽ നിർത്തി. വാതിലിനോട് ചേർന്നുള്ള മതിലിൽ കൈവച്ചതും ടിക് എന്നൊരു ചെറിയ ശബ്ദത്തോടെ രഹസ്യവാതിൽ തുറന്നു.
അതിനുള്ളിൽ ഒരു സ്വകാര്യ ലിഫ്റ്റ്. വാ, ശിവകാർത്തികൻ പറഞ്ഞതും എല്ലാവരും ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. ലിഫ്റ്റ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഓരോ നില കടന്നു പോകുമ്പോഴും മാധവിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവസാനം ടിക് എന്ന ശബ്ദത്തോടെ ലിഫ്റ്റ് തുറന്നു. അത് തുറന്ന നിമിഷം എല്ലാവരും ഒരുപോലെ അമ്പരന്നു. അവിടെ മുഴുവനും ഒരു രാജകൊട്ടാരം പോലെ ആയിരുന്നു. തിളങ്ങുന്ന മാർബിൾ ഫ്ലോറ്, ഭിത്തിയിൽ പഴയ രാജവംശത്തിന്റെ ചിത്രങ്ങൾ, വലിയ ക്രിസ്റ്റൽ ചാൻഡിലിയർ, സ്വർണ്ണ നിറം തൂകുന്ന ലൈറ്റുകൾ. ഒരു നിമിഷം അവൻ റിസോർട്ടിലാണെന്ന കാര്യം പോലും മറന്നുപോയി. ശിവകാർത്തികേയൻ മുന്നോട്ട് നടന്നു. അവസാനം ഒരു വലിയ തേക്കുമര വാതിലിന് മുന്നിൽ എത്തി. അവൻ ബെല്ലമർത്തിയതും ചില സെക്കൻഡുകൾക്ക് ശേഷം വാതിൽ പതിയെ തുറന്നു. മുന്നിൽ ഒരു പെൺകുട്ടി, വൈറ്റ് കളറിൽ റെഡ് ബോർഡർ വരുന്ന ഒരു പട്ടുസാരി. അതിസുന്ദരിയായി നിന്ന അവളുടെ മുഖത്ത് ശാന്തതയും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അവളെ കണ്ട നിമിഷം ശിവകാർത്തികേയന്റെ മുഖം ശാന്തമായി. അവൻ ചെറുതായിട്ട് പുഞ്ചിരിച്ചു. മാധവും കൂട്ടരും ആ പെൺകുട്ടിയെ നോക്കി നിന്നു. ശിവകാർത്തികേയൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും അവളെ നോക്കി നിൽക്കുന്നത് കണ്ടതും അടുത്ത നിമിഷം ശിവകാർത്തികേയൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി നിന്നു. ഇത് മീനാക്ഷി. ശിവകാർത്തികേയൻ അഭിമാനത്തോടെ പറഞ്ഞു. മീനാക്ഷി ശിവകാർത്തികേയൻ, എന്റെ ഭാര്യ. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഇവളാണ് ഇപ്പോൾ ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാന്റെയും ദേവയാനി തമ്പുരാട്ടിയുടെയും പേഴ്സണൽ ഡോക്ടർ. മീനാക്ഷി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. വരൂ. അവൾ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും അകത്തേക്ക് നടന്നു. അകത്ത് കയറിയ നിമിഷം അവർ വീണ്ടും അമ്പരന്നു. അതൊരു ലിവിംഗ് റൂം അല്ലായിരുന്നു, ഒരു ചെറിയ പാലസ് തന്നെ. വലിയ രാജകീയ സോഫകൾ, സ്വർണ്ണപ്പണിയുള്ള മര ഫർണിച്ചറുകൾ, ചുവപ്പ് നിറത്തിലുള്ള കാർപ്പറ്റ്, ചുമരുകളിൽ പുരാതന വാളുകളും ചിത്രങ്ങളും. അവരുടെ കണ്ണുകൾ എല്ലായിടത്തും സഞ്ചരിക്കുമ്പോഴായിരുന്നു മറ്റൊരു റൂമിന്റെ വാതിൽ പതിയെ തുറന്നത്. ആദ്യം പുറത്തു വന്ന ആളെ കണ്ട നിമിഷം അറിയാതെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അത്രയും പ്രഭാവം നിറഞ്ഞ രൂപം, കസവുമുണ്ട്, ഗോൾഡൻ നിറത്തിലുള്ള ഷർട്ട്, നെറ്റിയിൽ ചന്ദനം. 55 വയസ്സ് പ്രായം തോന്നിച്ചാലും ഇപ്പോഴും രാജകീയമായ ഗാംഭീര്യത ഒട്ടും കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മാത്രം ഒരു വേദന ഒളിഞ്ഞിരുന്നു. ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാൻ. അദ്ദേഹത്തിന്റെ പിന്നാലെ പതിയെ ഒരു സ്ത്രീ കൂടി പുറത്തേക്ക് വന്നു. മുണ്ടും നേരിയതും ധരിച്ച ആ സ്ത്രീയെ കണ്ട നിമിഷം മാധവിന്റെ ശ്വാസം പോലും നിന്നുപോയി. ലക്ഷ്മി. അതെ, ലക്ഷ്മിയുടെ മുഖം തന്നെയായിരുന്നു ആ സ്ത്രീക്ക്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അത് ലക്ഷ്മിയുടെ അമ്മയാണെന്ന്. ദേവയാനി തമ്പുരാട്ടി. അവരുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. പക്ഷേ മാധവിനെ കണ്ട നിമിഷം ആ കണ്ണുകളിൽ വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞു. രാജശേഖരവർമ്മ തമ്പുരാൻ നേരെ മാധവിന്റെ അടുത്തേക്ക് നടന്നു വന്നു. മാധവ് അപ്പോഴും അനങ്ങാതെ നിന്നു. അദ്ദേഹം മാധവിന്റെ മുന്നിൽ വന്ന് നിന്നു. നീ അന്വേഷിക്കുന്ന ലക്ഷ്മിയുടെ അച്ഛൻ. അദ്ദേഹത്തിന്റെ ശബ്ദം ഗാംഭീര്യമായി മുഴങ്ങി. ഞാനാണ്, ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാൻ. ശേഷം ദേവയാനി തമ്പുരാട്ടിയിലേക്ക് കൈനീട്ടി അവരുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് നിർത്തി. ഇത് നിങ്ങളുടെ ലക്ഷ്മിയെ പ്രസവിച്ച അവളുടെ അമ്മ. മാധവ് രണ്ടുപേരെയും ഞെട്ടലോടെ നോക്കി നിന്നു. അടുത്ത നിമിഷം തമ്പുരാൻ മാധവിനെ ശക്തമായി ചേർത്ത് പിടിച്ചു. ആ പിടിയിൽ ഒരു അച്ഛന്റെ വേദനയുണ്ടായിരുന്നു. എന്റെ മകളെ ഇത്രയും വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മോനെ. അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറി. അദ്ദേഹം വികാരത്തോടെ പറഞ്ഞു. മാധവ് സ്തംഭിച്ചു പോയിരുന്നു. അവന്റെ കണ്ണുകൾ പോലും നിറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം തമ്പുരാൻ പതിയെ വിട്ടുമാറി. പിന്നെ ബാക്കിയുള്ളവരെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ 5 പേരും ഇപ്പോഴും പ്രതിമ പോലെ നിൽക്കായിരുന്നു. അത് കണ്ട ശിവകാർത്തികേയൻ ചിരിച്ചു. ഡേ, ശ്വാസം വിട്, ഇല്ലെങ്കിൽ നിങ്ങൾ 5 പേരുടെയും ഭാര്യമാര് ഞങ്ങളെ പഞ്ഞിക്കിടും. അവൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. സോറി, കക്ഷി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചിയെ നോക്കി കണ്ണിറുക്കി. പക്ഷെ നിന്റെ പെണ്ണടക്കം, നാട്ടിലുള്ള നിന്റെ താരയില്ലേ, അവളും ഞങ്ങളെ പഞ്ഞിക്കിടും. അത് കേട്ട് എല്ലാവരുടെയും ചുണ്ടില് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ മുറിയിലെ ടെൻഷൻ അല്പം കുറഞ്ഞു. ഇരിക്കൂ. തമ്പുരാൻ കൈ കാണിച്ചു. എല്ലാവരും പതിയെ ഇരുന്നു. പക്ഷെ മാധവിന്റെ കണ്ണുകൾ അപ്പോഴും രാജശേഖരവർമ്മ തമ്പുരാനിൽ തന്നെയായിരുന്നു. മാധവ് മാത്രമല്ല, നവീനും രാജശേഖരവർമ്മ തമ്പുരാനെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അത് കണ്ട സന്ദീപ് അവന്റെ കാലിൽ ചെറുതായി ചവിട്ടി. ഡാ, നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്? അവൻ പതിയെ ചോദിച്ചു. എങ്ങനെ നോക്കാതിരിക്കും?
നവീൻ കണ്ണു വലുതാക്കി പറഞ്ഞു. ഈ പ്രായത്തിലും ഈ ഗെറ്റപ്പ് നോക്കിയേ. ഞാൻ 55 വയസ്സാകുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നരച്ചതും കഷണ്ടിയേറിയ തലയും വയറും മാത്രമായിരിക്കും. അത് കേട്ടതും ഉദയൻ ചിരി ഒതുക്കി തല തിരിച്ചു. സച്ചിയുടെ ചുണ്ട് ചെറുതായി വിരിഞ്ഞു. അത് കേട്ട് ശിവകാർത്തികേയൻ കൈ നെറ്റിയിൽ വെച്ചു. ദൈവമേ, ഇതുങ്ങളെയാണോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്? അവൻ പതിയെ പറഞ്ഞു. അത് കേട്ട് തമ്പുരാൻ പൊട്ടിച്ചിരിച്ചു. തമ്പുരാന്റെ ചിരി കണ്ട ശിവകാർത്തികേയനും ദേവയാനി തമ്പുരാട്ടിയും മീനാക്ഷിയും അദ്ദേഹത്തിനെ നോക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെ ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് അവർക്കറിയാമായിരുന്നു. ആ ചിരിയോടെ മുറിയിലെ ടെൻഷനും അല്പം കുറഞ്ഞു. മാധവ് ഇപ്പോഴും രാജശേഖരവർമ്മ തമ്പുരാനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ മനുഷ്യന്റെ മുഖത്ത് ഒരു രാജകീയ ഗാംഭീര്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മാധവിന്റെ മനസ്സിൽ തട്ടിയത് അദ്ദേഹത്തിന്റെ ചിരിയായിരുന്നു. ഒരുപാട് വേദനകൾ കണ്ട മനുഷ്യരുടെ ചിരിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഭംഗി. അങ്ങനെയുള്ളൊരു ഭംഗി ആ കണ്ണുകളിൽ ഗാംഭീര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം ഒരു അച്ഛന്റെ ഭയവും ഒളിഞ്ഞിരുന്നു. മാധവ് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും തമ്പുരാൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലേ? അദ്ദേഹം പതിയെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും മാധവ് ഒന്ന് ഞെട്ടി. ഉണ്ട്, അവൻ പതിയെ പറഞ്ഞു. പക്ഷേ എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. അവന്റെ ശബ്ദത്തിൽ അപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. തമ്പുരാൻ ചെറുതായി തല കുലുക്കി. ചോദിക്കണ്ട. അദ്ദേഹം ദേവയാനി തമ്പുരാട്ടിയെ ഒന്ന് നോക്കി. പിന്നെ വീണ്ടും മാധവിന്റെ മുഖത്തേക്ക് കണ്ണുകൾ തിരിച്ചു. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള മറുപടി ഞാൻ തന്നെ പറയാം. മുറിയാകെ നിശബ്ദത പടർന്നു. ശിവകാർത്തികേയൻ സോഫയിലേക്ക് ചാരിയിരുന്നു. മീനാക്ഷി ശാന്തമായി ദേവയാനി തമ്പുരാട്ടിയുടെ അരികിലിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അപ്പോൾ രാജശേഖരവർമ്മ തമ്പുരാനിൽ മാത്രമായിരുന്നു. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം വിട്ടു. ഉദയപുരം കോവിലകം. അദ്ദേഹത്തിന്റെ ശബ്ദം മുറിയാകെ മുഴങ്ങി. അതൊരു സാധാരണ തറവാടല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രാജവംശം. കോടികൾ സ്വത്തുകൾ, വനഭൂമികൾ, ക്ഷേത്രാവകാശങ്ങൾ, പഴയ സ്വർണ്ണ നിക്ഷേപങ്ങൾ, തലമുറകളായി കൈമാറി വന്ന നിധികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹം ഒന്ന് നിർത്തി. പക്ഷേ ആ സ്വത്തിനും അധികാരത്തിനും വേണ്ടി സ്വന്തം രക്തത്തെ പോലും കൊല്ലാൻ മടിക്കാത്ത ആളുകൾ ആ കുടുംബത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ടതും എല്ലാവരുടെ മുഖം ഗൗരവമായി. ദേവയാനി തമ്പുരാട്ടിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അത് കണ്ട തമ്പുരാൻ പതിയെ അവരുടെ കയ്യിൽ കൈവച്ചു. കുറച്ചുനാൾ കാത്തിരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ഒരു പെൺകുഞ്ഞ്. ആ ചിരിയിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. ലക്ഷ്മി, ലക്ഷ്മി ദേവി. ആ പേര് പറഞ്ഞു കേട്ട നിമിഷം ദേവയാനി തമ്പുരാട്ടിയുടെ കണ്ണുനീർ ഒഴുകി. മാധവിന്റെ നെഞ്ചിനുള്ളിൽ എന്തോ പിടഞ്ഞു. അവൾ ജനിച്ച രാത്രിയിലാണ് ഉദയപുരം കോവിലകത്തിൽ ആദ്യ ആക്രമണം നടക്കുന്നത്. ആദ്യം ഞങ്ങൾ അത് കാര്യമായി എടുത്തില്ല. പക്ഷെ പിന്നീട് ആ ആക്രമണങ്ങൾ എല്ലാം ഞങ്ങളുടെ കുഞ്ഞിന് നേരെയാണ് എന്ന് മനസ്സിലായി. അന്ന് കോവിലകങ്ങളിൽ ജ്യോതിഷവും പ്രവചനങ്ങളും വളരെ പ്രധാനമായിരുന്ന സമയം. ലക്ഷ്മി ജനിച്ചതിന് ശേഷം കോവിലകത്തെ പഴയ ആചാര്യൻ ഒരു പ്രവചനം പറഞ്ഞു. ഈ കുഞ്ഞാണ് ഉദയപുരം വംശത്തിലെ അവസാന വിളക്ക്. ഇവൾ ജീവിച്ചാൽ ഈ രാജവംശം വീണ്ടും ഉയരും. പക്ഷേ ഇവളുടെ ജീവന് അപകടം. സ്വന്തം രക്തത്തിൽ നിന്ന് തന്നെയായിരിക്കും എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ മാധവിന്റെ വിരലുകൾ മുറുകി. ഉദയൻ അറിയാതെ സച്ചിയെ നോക്കി. നവീൻ ശ്വാസം പോലും പിടിച്ചിരിക്കുകയായിരുന്നു. ആദ്യം ഞങ്ങളത് വിശ്വസിച്ചില്ല. പക്ഷെ കുഞ്ഞ് ജനിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചുറ്റും പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങി. എന്റെ വിശ്വസ്തരായ ആളുകളെ കൊലപ്പെടുത്താൻ തുടങ്ങി. കുഞ്ഞിന്റെ പാലിൽ വിഷം കലർത്താൻ ശ്രമിച്ചു. ഒരു രാത്രി ഞങ്ങളുടെ മോള് ലക്ഷ്മി കിടന്നിരുന്ന അരമന മുറിയിൽ തീ പിടിച്ചു. അത് കേട്ട് മാധവടക്കം എല്ലാവരും ഞെട്ടി. ദേവയാനി തമ്പുരാട്ടി മുഖം തിരിച്ച് കണ്ണു തുടച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശത്രുക്കൾ പുറത്തല്ല അകത്താണ് എന്ന്. അന്നാണ് ആചാര്യൻ എന്നോട് പറഞ്ഞത്, കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റണം. ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അവളെ അവർ കൊല്ലും. തമ്പുരാന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞിനെ ഒറ്റയ്ക്കയക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം ദേവയാനി തമ്പുരാട്ടിയെ നോക്കി. ഇവളുടെ കൂട്ടുകാരിയായ സരസ്വതിയുടെയും ഭർത്താവ് ബാലചന്ദ്രന്റെയും സഹായം തേടിയത്. മാധവിന്റെ കണ്ണുകൾ വലുതായി. ഒരു രാത്രി ആരും അറിയാതെ ഞങ്ങൾ കേരളം വിട്ടു. ആ സമയം എല്ലാവരും കരുതിയത് കുഞ്ഞും ഞങ്ങളുടെ കൂടെയാണ് എന്നാണ്. അതുകൊണ്ട് ആദ്യം അവർ അന്വേഷിച്ചത് ഞങ്ങളെയായിരുന്നു.
ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഒളിച്ചു ജീവിച്ചു. ഓരോ രാത്രിയും ഞങ്ങളുടെ കുഞ്ഞ് ജീവനോട് ഉണ്ടോ എന്ന് ഭയന്ന് ദേവയാനി തമ്പുരാട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. മീനാക്ഷി പതിയെ അവരെ ചേർത്ത് പിടിച്ചു. ആ സമയം എന്റെ മൂത്ത സഹോദരി ശിവകാർത്തികേയന്റെ അമ്മ, അവളും ഭർത്താവും മാത്രമാണ് ഞങ്ങളെ സഹായിച്ചത്. അരമനയിൽ തീ പിടിച്ച രാത്രിയിൽ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത് പോലും ചേച്ചിയാണ്. ശിവകാർത്തികേയൻ തല താഴ്ത്തി ഇരുന്നു. അവരാണ് പറഞ്ഞത് അവിടെ നിന്ന് പോകാൻ, ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ജീവിക്കില്ലെന്ന്. തമ്പുരാൻ കണ്ണടച്ചു. സത്യത്തിൽ ഞാനന്ന് പോരാടാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഒരു അച്ഛനായ ഞാൻ തോറ്റുപോയി. ആ വാക്കുകൾ കേട്ടതും മാധവന്റെ കണ്ണുകളും നിറഞ്ഞു. മുറിയാകെ ഒരു വേദന പടർന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം തമ്പുരാൻ വീണ്ടും സംസാരിച്ചു. ഞങ്ങൾ മാറി നിന്നെങ്കിലും എന്റെ മകളുടെ നിഴലായി എന്റെ ആളുകളുണ്ടായിരുന്നു. അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു, ആരൊക്കെയാണ് അവളുടെ കൂട്ടുകാര്, അവൾക്ക് അപകടമുണ്ടോ, എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. മാധവന്റെ ശ്വാസം പതിയായി. പക്ഷെ ഞാൻ ഒരിക്കലും അവളുടെ മുന്നിലേക്ക് വന്നില്ല. ഞാൻ വന്നാൽ എന്റെ ശത്രുക്കളും അവളുടെ അടുത്തെത്തും. അദ്ദേഹം മാധവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എന്റെ മകൾ സുരക്ഷിതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പെട്ടെന്ന് തമ്പുരാൻ നവീനെ നോക്കി. നിന്റെ അച്ഛൻ DYSP സുരേന്ദ്രൻ നായർ എന്റെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു. നവീൻ ഞെട്ടി എഴുന്നേൽക്കാൻ ഒരുങ്ങി. എന്താ? സന്ദീപ് ഉടനെ അവനെ പിടിച്ചിരുത്തി. ഡാ ഇരിക്കടാ, ഇത് സിനിമയല്ല. അത് കേട്ട് തമ്പുരാൻ പോലും ചെറുതായി ചിരിച്ചു. അവൻ വഴിയാണ് എന്റെ മകളെ ആ സ്കൂളിലേക്ക് മാറ്റിയത്. മോൾക്ക് കോട്ടയത്താണ് ആദ്യത്തെ വേക്കൻസി കിട്ടിയത്. എന്റെ സ്വാധീനം ഉപയോഗിച്ച് സുരേന്ദ്രൻ നായർ മോളെ പാലക്കാട് കൊല്ലങ്കോട് എന്ന ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത് ആരും അവളെ തിരിച്ചറിയാതിരിക്കാൻ കൂടിയാണ്. ശോഭന ടീച്ചർ, അവളും ഞങ്ങളുടെ ആളായിരുന്നു. ദേവിയാനിയുടെയും സരസ്വതിയുടെയും മറ്റൊരു കൂട്ടുകാരിയാണ് ശോഭന. അത് പക്ഷേ അധികം ആർക്കും അറിയില്ലായിരുന്നു. മാധവും കൂട്ടരും ശരിക്കും അമ്പരപ്പിൽ തന്നെയായിരുന്നു. ഹായ്, അപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റോറിയുമായിട്ട് പെട്ടെന്ന് വരാവേ. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ ഈ ചാനലിലെ എല്ലാ സ്റ്റോറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ സ്റ്റോറികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്റ്റോറികൾക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ ഒരു കുഞ്ഞ് അഭിപ്രായമെങ്കിലും എനിക്ക് തരാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാവേ. ഓക്കെ, ബൈ.